ഗൈസ്, അങ്ങനെ കൊച്ചിയിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അടുപ്പിച്ച് രണ്ടാമത്തെ ജയം നേടി. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ശരിക്കും സംശയം തോന്നിപ്പോകും. അത്ര മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കണം. എന്താ പറയേണ്ടതെന്നില്ല. അടിപൊളി കളി, നല്ല രസമുള്ള കളിയാണ് കളിച്ചത്. ആരും പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസാണ് ഇന്ന് ടീമിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഉണ്ടായത്. ഫസ്റ്റ് ഹാഫ് 1-1 ഡ്രോ ചെയ്തപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കളി കാണുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് അവസാനം സെക്കൻഡ് ഹാഫിൽ അവർ ഗോൾ അടിക്കും, അവർ ജയിക്കും, അല്ലെങ്കിൽ കളി സമനിലയിൽ പോകും. ഇതാണ് എപ്പോഴും സംഭവിക്കാറ് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി. പക്ഷേ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്തതിനാണ് പുതിയ കോച്ചിൻ്റെ കീഴിൽ ആ സെയിം പ്ലേയേഴ്സ്, ഒന്നോ രണ്ടോ പ്ലേയേഴ്സാണ് പുതിയത് വന്നിട്ടുള്ളൂ. അത് പുതിയത് വന്ന നമ്മുടെ മിഡ്ഫീൽഡർ കഴിഞ്ഞ കളിയോടുകൂടി പുള്ളിക്ക് ഇഞ്ചുറി പറ്റി പുള്ളി ഇപ്പോൾ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ആ പഴയ ടീമിനെ വെച്ച് പക്ഷെ പിള്ളേരെ പവർ എന്താണെന്ന് ശരിക്കറിഞ്ഞു. കൊച്ചിയിൽ ഫാൻസൊക്കെ കൂടി തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ സ്വന്തം CK വിനീത് എന്ന മത്സരം കാണാൻ കൊച്ചിയിലുണ്ടായിരുന്നു. അതൊക്കെ നൽകുന്ന ഒരു എക്സ്പ്ലെയറാണ് നമ്മുടെ. അതൊക്കെ നൽകുന്ന ഒരു മോട്ടിവേഷൻ വേറെ ലെവലാണ്. 2-1 വിജയം. സ്റ്റോറി പറയുകയാണെങ്കിൽ കഥേരെ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് അത് ലീഡ് എടുക്കുന്നു. അത് വേറൊരുത്തന് കിട്ടേണ്ട ഗോളായിരുന്നു ഷോട്ട്. അതിന്ന് ഓടി വന്ന് ബർത്തിയോമിയോട് ഒരു സ്ട്രൈക്കർ എന്താണ് വേണ്ടിയിരുന്നതെന്ന് ഡിഫ്ലക്ഷനായി വരുന്നൊരു പന്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ബർത്തോമിയോ നമുക്ക് കാണിച്ചു തന്നൊരു നിമിഷമായിരുന്നു. കൂൾ ഫിനിഷ്. അങ്ങനെ 1-0 ലീഡ്. പക്ഷേ റഹീം അലി കൗണ്ടർ അറ്റാക്കിലൂടെ അവർ ഈക്വലൈസ് ചെയ്തു. ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും സൂപ്പർ ഗോളായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. കൊടീശ്വരൻ റഹീം അലി നന്നായി കളിച്ചു. ആ ഗോൾ കൂടി വന്നപ്പോൾ 1-1 ആയി. പിന്നെ അങ്ങോട്ടും പന്ത് മിഡിൽ കിടന്ന് കളിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിപ്പോൾ അവരാണ് തുടക്കം കളിച്ചത്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവസാനമായിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കുറേ ട്രൈകൾ നടത്തി ബാറടിച്ചു പോയി. എത്ര ചാൻസ് നഷ്ടപ്പെട്ട. ഇതിൻ്റെ ഇടയിൽ കൂടെ ബിന്ദാസിനെ ഇറക്കിയത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്. അതുപോലെ തന്നെ മത്തിയാസ് നമ്മുടെ വിജയ ഗോൾ നേടിയ പുള്ളിയേനും സബ്സ്റ്റിറ്റ്യൂട്ടായി കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ശരിക്കും ഗുണം ചെയ്തു. ആ 93-ാം മിനിറ്റിലെ കോർണർ എടുക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ ബ്ലാസ്റ്റേഴ്സ് ആ സമയത്തൊക്കെ കോർണറിൽ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് ഗോൾ വഴങ്ങാറാണ് ഇപ്പോൾ. പക്ഷേ ഇന്ന് മൊത്തം ചേഞ്ച് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ട് തിരിച്ചടിച്ചു. അത് ഹെഡർ ഗോൾ. ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം വിട്ടുപോകാണെന്നും ഈ വീഡിയോയിൽ എന്തായാലും ഇത് പറയണം. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന കൂടുതൽ ഗോളുകൾ ക്രോസുകളിൽ നിന്നുള്ള ഹെഡ് ഗോളുകളാണ്. നമ്മൾ ഹെഡ് ഗോളൊക്കെ അടിച്ച ചരിത്രം തന്നെ ഞാൻ മറന്നു. പണ്ട് നമുക്ക് മുഹമ്മദ് റാഫിക്ക് ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അങ്ങനെ ഹെഡ് ഗോളൊക്കെ വന്നിരുന്നത്. പിന്നെ ആരും നമ്മളിൽ അങ്ങനെ ഒറ്റ സ്ട്രൈക്കേഴ്സ് അങ്ങനെ ഹെഡ് ഗോളൊന്നും അടിക്കുന്ന സ്ട്രൈക്കേഴ്സ് അധികം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സീസണിലാണ് നമ്മളിപ്പോൾ ഹെഡ് ഗോളൊക്കെ കുറേ കണ്ടുവരുന്നത്. മനോഹരമായ കളി. അങ്ങനെ അൺബീറ്റനായി 4 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ കളി ഡ്രോ പിടിച്ചെങ്കിൽ എന്താ, അതിന് മുമ്പത്തെ 2 കളിയും ഇപ്പോൾ ഇന്നത്തെ കളിയടക്കം അവസാന 4 കളിയിൽ നിന്ന് 10 പോയിൻ്റാണ്, 3 ജയവും 1 സമനിലയുമായി ബ്ലാസ്റ്റേഴ്സ് നേടിയത്. ഇനി 2 കളിയും കൂടി നമുക്ക് ഈ സീസണിൽ ബാക്കിയുണ്ട് മൊത്തം. അത് 2 ഹോം മാച്ചാണ്. നമുക്കൊരു കളിയെങ്കിലും ആരാധകർക്കൊക്കെ ചെന്ന് നമ്മളെ പ്ലെയേഴ്സിനെ സപ്പോർട്ട് അറിയിക്കണം. അവർ ഇത്ര ആത്മാർത്ഥമായി കളിക്കുന്നല്ലേ, എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി മത്സരങ്ങൾ ഇനിയും ബ്ലാസ്റ്റേഴ്സ് കളിക്കട്ടെ. ബ്ലാസ്റ്റേഴ്സ് കളിച്ച് എന്താ പറയുക, അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് ടീമൊന്ന് സെറ്റ് ടീമൗട്ട്. ഇതിലേക്ക് ഇനി ലൂണിയും നോഹിയും കൂടിയൊക്കെ വന്നതിനൊന്ന് ആലോചിച്ച് വയ്ക്കുക നിങ്ങൾ. ആ മിസ്സിങ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പറയേണ്ടത് ഡിഫൻസ് നന്നായി കളിച്ചു. ഐബനായാലും നമ്മുടെ ഫോറിൻ ചെക്കൻ തീപ്പരിടാവും അണ്ണൻ ഇന്നും തൂക്കി. പിന്നെ എന്താ പറയുക, മിഡ്ഫീൽഡിൽ വിപിനായാലും ഫ്രെഡ് ആയാലും എല്ലാവരും നല്ലൊരു ഒത്തുണിക്കത്തോടു കൂടി ഇന്ന് കളിച്ചതിനാണ്. അപ്പോൾ എന്താ പറയുക, ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരവേണ്ട പാതയിലാണ്. തിരിച്ചു വരട്ടെ ബ്ലാസ്റ്റേഴ്സ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.